കഴിഞ്ഞ ദിവസം ചക്കപ്പുഴുക്കാണെങ്കിൽ ഇന്ന് ചക്കപ്പൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കട്ടിയില്ലാത്ത ചക്ക ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തി എടുത്തിട്ടായിട്ടുള്ളത്. അതിന് നേരെ ഫ്ലെയിം ഓൺ ചെയ്യുക. അടി കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതവിടെ ചൂടാകുമ്പോഴേക്കും ഒരു ബൗളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി ഉണ്ടാവും. അതിന് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഒന്നായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇല്ലേ, ആ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട മിക്സ് ഒരു 3 ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാട്ടോ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു 2 അല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് പിന്നെ